അപ്പോൾ മക്കളെ ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ എടുക്കാം. 12 ഒരു മെട്രിക്സ് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ, അതായത് തേർഡ് ഓർഡർ മെട്രിക്സ് ആണ്. എ ഐ ജെ ഈസ് ഈക്വൽ ടു √2 റേസ് ടു ഐ പ്ലസ് ജെ. ഓക്കെ, അതാണ് നമ്മുടെ കണ്ടീഷൻ. എ ഐ ജെ ഈസ് √2 റേസ് ടു ഐ പ്ലസ് ജെ. ഓക്കെ, ഇനി നോക്കുക അടുത്തത്. സം ഓഫ് ദ ഓൾ എലമെന്റ്സ് ഓഫ് ഇൻ ദ തേർഡ് റോ. അപ്പൊ നമുക്ക് ഇതിൽ എ സ്ക്വയർ കണ്ടുപിടിക്കണം. എ സ്ക്വയറിൽ നിന്ന് തേർഡ് റോയിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും സം എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സിലേക്ക് വരാം. എ ഈസ് ഈക്വൽ ടു, ഓക്കെ, √2 റേസ് ടു ഐ പ്ലസ് ജെ. ആദ്യത്തത് A11 ആണ്. അപ്പൊ √2 സ്ക്വയർ എന്നെടുക്കാം അല്ലെ. I1 + 1 എന്താ 2 ആണ്. അപ്പൊ √2 സ്ക്വയർ. A12 അടുത്ത എലമെന്റ്. അപ്പൊ √2 ക്യൂബ്. √2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2√2. അല്ലെങ്കിൽ ഞാൻ ആദ്യം തന്നെ √2 ക്യൂബ് എന്ന് എഴുതാം, എന്നിട്ട് മാറ്റി എഴുതാം. അടുത്തത് A13 ആണ് എലമെന്റ് അല്ലെ. അപ്പൊ √2 റേസ് ടു 1 + 3 4 ആണ്. √2 റേസ് ടു ഐ പ്ലസ് ജെ ആണ്. അപ്പൊ നോക്കുക, √2 റേസ് ടു A21 എന്ന് പറയുമ്പോ √2 ക്യൂബ്, √2 റേസ് ടു 2, A23 അല്ലെ. അപ്പൊ √2 റേസ് ടു 5. A31 തേർഡ് റോ ഫസ്റ്റ് കോളം, √2 റേസ് ടു 4 ആയല്ലോ. √2 റേസ് ടു 5. A33 ഈസ് √2 റേസ് ടു 6. ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് നമുക്കറിയാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചു പോലെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? എ സ്ക്വയറിലെ തേർഡ് റോയിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും സം എന്താണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ നേരെ എ സ്ക്വയർ എന്ന് പറയുമ്പം √2 സ്ക്വയർ 2, √2 ക്യൂബ് 2 √2 റേസ് ടു 4 എന്ന് പറയുമ്പം 4. ഇനി വീണ്ടും 2√2 4. അടുത്ത നോക്കൂ, √2 റേസ് ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4√2. A31 അപ്പൊ ഇവിടെ 4, √2 റേസ് ടു 4, 4√2. അടുത്ത ഇവിടെ 4√2, A23 4√2. ദെൻ അടുത്തത് 8, അതായത് √2 റേസ് ടു 6 എന്ന് പറഞ്ഞാൽ ഇത് എ ആണ്. വീണ്ടും 2√2 4, 2√2 4, 4√2. എ സ്ക്വയർ A ഇൻറ്റു എ 4, 4√2 8 എ സ്ക്വയർ. ഇനി തേർഡ് റോയിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും സം ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സം ഓഫ് ദ ഓൾ എലമെന്റ്സ് ഇൻ തേർഡ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തേർഡ് റോ എന്ന് പറയുമ്പം അല്ലെ, സം ഓഫ് ദ ഓൾ എലമെന്റ്സ് ഇൻ ദ തേർഡ് റോ. തേർഡ് റോ എങ്ങനെയാണ് കിട്ടുക? തേർഡ് റോ കിട്ടണമെന്നുണ്ടെങ്കിൽ, തേർഡ് റോയിലെ എല്ലാ എലമെന്റ്സും കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അത് ഫസ്റ്റ് എലമെന്റ്. തേർഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, അത് അടുത്ത എലമെന്റ്. തേർഡ് റോ ഇൻറ്റു തേർഡ് കോളം, അത് അടുത്ത എലമെന്റ് അല്ലെ. അപ്പൊ നമുക്ക് അതങ്ങോട്ട് എഴുതാം. തേർഡ് റോ മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. എ സ്ക്വയറിന്റെ തേർഡ് റോ. ഓക്കെ, 4 × 2 തേർഡ് റോ എന്ന് പറയുമ്പോൾ തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, എ സ്ക്വയറിലെ തേർഡ് റോ. 4 × 2 എഴുതട്ടെ, 8 പ്ലസ് 4√2 × 2√2 എന്ന് പറയുമ്പോൾ 16. 8 + 4 8 × 4 32. ഇതാണ് തേർഡ് റോയിൽ വരുന്ന ഫസ്റ്റ് എലമെന്റ്. ഇനി സെക്കൻഡ് എലമെന്റ് കിട്ടാൻ തേർഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, 4 × 2√2 8√2. 4√2 × 4 പ്ലസ് 16√2. 8 × 4√2 32√2.
തേർഡ് റോയിലെ തേർഡ് എലമെന്റ് എങ്ങനെയാ കിട്ടുക? തേർഡ് റോ ഇൻറ്റു തേർഡ് കോളം. എ സ്ക്വയറിന്റെ തേർഡ് റോയിലെ തേർഡ് എലമെന്റ്, തേർഡ് റോ ഇൻറ്റു തേർഡ് കോളം അല്ലേ? അതെങ്ങനെയാന്ന് നോക്കാം. ഞാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് താഴേക്ക് എഴുതുന്നുണ്ട്. 4 × 4 16, 4√2 × 4√2 എന്ന് പറഞ്ഞാൽ 32 പ്ലസ് 32, 8 × 8 64. ഇതാണ് തേർഡ് റോയിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് ഓഫ് എ സ്ക്വയർ. ഇതാണ് തേർഡ് റോ ഓഫ് എ സ്ക്വയർ. ഇതിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ സം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ആഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മീനിങ് അല്ലേ? എല്ലാം കൂടി ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആദ്യം നമ്പേഴ്സ് ഒക്കെ ഒന്ന് ആഡ് ചെയ്യാം. 32 പ്ലസ് 16 48 അല്ലെ? 32 പ്ലസ് 16 48, 48 പ്ലസ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 56, 64 പ്ലസ് 32 പ്ലസ് 16. ഓക്കെ, അപ്പൊ എല്ലാം കൂടി അത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 64 പ്ലസ് 60 എന്ന് പറയുമ്പം 80 പ്ലസ് 32 112. 32 പ്ലസ് 8 40 പ്ലസ് 56 8 168 ആണ് അവിടെ റാഷണൽ ടേംസിന്റെ സമ്മ്. 168 പ്ലസ് 8√2, 32√2 പ്ലസ് 8√2 40√2, അപ്പൊ 56√2. ഇതാണ് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ശ്രദ്ധിച്ചോളൂ. സം ഓഫ് ദ എലമെന്റ്സ് ഇൻ തേർഡ് റോ ഓഫ് എ സ്ക്വയർ ഈസ് ഗിവൺ ബൈ എന്താണ് നോക്കണേ? ഒന്ന് ആൽഫ പ്ലസ് β√2. കമ്പയർ ചെയ്യുക. ആൽഫ ഈസ് 168 ആൻഡ് ബീറ്റ ഈസ് എത്രയാ? 56. സോ ഇറ്റ് വിൽ ബി ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 168 പ്ലസ് 50 എന്ന് പറഞ്ഞാൽ 218 പ്ലസ് 6 224. സോ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 224 എന്ന് കിട്ടും. മെട്രിക്സിൽ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.